നമ്മൾ വർധനവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് സർവീസിൽ നമ്മൾ ഗിവിങ്ങിനെ കുറിച്ച്, എന്താണ് ദൈവരാജ്യത്തിൻ്റെ എക്കണോമിക്സ്, അത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ സബ് സൈഡായിട്ട് മലയാളത്തിൽ വർധനവിനെ കുറിച്ച് പഠിക്കുകയാണ്. ആമേൻ. ചില പുതിയ പാഠങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് മലയാളത്തിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിലും കൂടെ ലഭ്യമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ 2024 ലാസ്റ്റ് ക്വാർട്ടറാണ്. 2024 ഹിബ്രു കലണ്ടറിൽ 5784 ആണ്. അവരുടെ ഓരോ നമ്പേഴ്സിനും അവർക്ക് അർത്ഥമുണ്ട്. ആൽഫബറ്റിനും അർത്ഥമുണ്ട്, നമ്പേഴ്സിനും അർത്ഥമുണ്ട്. ദൈവരചിക്കുന്ന വർഷം ഒക്ടോബർ മാസം 2-ാം തീയതി നെക്സ്റ്റ് വീക്കിൽ അവരുടെ 5785 കലണ്ടർ വരികയാണ്. 5, 7, 8, 5 എല്ലാം വളരെ അതിപ്രാധാന്യമേറിയ നമ്പേഴ്സാണ്. യഹൂദ റബായിസ് വിശ്വസിക്കുന്നു, എന്തെങ്കിലും കർത്താവ് ലോകത്തിൽ അനുഗ്രഹമായി ചെയ്യുമെങ്കിൽ അത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ആമേൻ, ആമേൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ സിമ്പിൾ പറഞ്ഞാൽ 5 എന്ന അക്ഷരം, 5 എന്ന ആൽഫബറ്റ്, അതിൻ്റെ ആൽഫബറ്റ് ഹേ എന്ന പദമാണ്. ഹേ എന്ന ലെറ്ററാണ്. അതിൻ്റെ സംഖ്യ 5 ആണ്. YHWH യൂത്ത് ഹേ വൗ ഹേ എന്ന അക്ഷരങ്ങളാണ് നാം യഹോവ എന്ന് വിളിക്കുന്ന ഹിബ്രു പദത്തിൻ്റെ അക്ഷരങ്ങൾ. അത് 2 പ്രാവശ്യം ഹേ വന്നിരിക്കുകയാണ്. 2 പ്രാവശ്യം യൂദ് ഹേ വൗ ഹേ കൂടുമ്പോഴാണ് യാഹുവേ എന്നതിൻ്റെ ലെറ്റേഴ്സ് വന്ന് വീഴുന്നത്. ദൈവമെന്ന നാമത്തിൽ തന്നെ 2 പ്രാവശ്യം ഹേ. വെറുതെയാണോ കർത്താവ് അബ്രാം ABRAM എന്ന് ഇംഗ്ലീഷിലും അവറാം AVRAM എന്ന് ഹീബ്രുവിലുമുള്ള വിശ്വാസികളുടെ പിതാവായ അവറാമിനെ കർത്താവ് ഉടമ്പടിയോടെ മാറ്റുമ്പോൾ പറയുന്നു, ഞാൻ നിൻ്റെ പേര് മാറ്റുവാൻ പോവുകയാണ്. അവറാം എന്നുള്ളത് അബ്രഹാം എന്നാക്കാൻ പോവുകയാണ്. അവിടെ കർത്താവ് എന്താണ് ആടിയെന്നറിയാമോ? ഒരു ഹേ ആണ്. ആമേൻ. സാറായി എന്നായിരുന്നു അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേര്. ഉടമ്പടി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുക, സാറായി എന്നുള്ളത് മാറ്റി സറാഹ് എന്നാക്കാൻ പോവുകയാണ്. എന്താണ് ആടിയെന്നറിയാമോ? ഒരു ഹേ ആണ്. ഉടമ്പടി ഉള്ളവൻ്റെ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലെറ്ററാണ് 5. 5 എന്ന് പറഞ്ഞാൽ കൃപ എന്നാണ്. 5 എന്ന ലെറ്റർ റെപ്രസെൻറ്റ്സ് ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തോട് ഉടമ്പടി ചെയ്തതിലൂടെ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ കൂടെ എന്നെന്നും ഉണ്ടാകും എന്ന് വെളിവാക്കേണ്ടതിനാണ് അവറാമിനും സറായിക്കും കർത്താവ് ഹേ ആഡ് ചെയ്ത് അവറാം എന്ന പദമാക്കിയത്, സറായിയെ സറാഹ് എന്ന പദമാക്കിയത്. ആമേൻ. നമ്മളുടെ മാതാവും നമ്മളുടെ പിതാവുമാണ് വിശ്വാസത്തിൽ അബ്രഹാം. അതിനാൽ നമ്മുടെ കൂടെയും കർത്താവ് നൽകുന്നു. അതിൽ 2 എണ്ണമാണ് അടുത്ത വർഷം. 5, 7, 8, 5. 7ൻ്റെ പ്രത്യേകത പറയേണ്ട കാര്യമില്ലല്ലോ. 7 ഈസ് ദ പെർഫെക്റ്റ് നമ്പർ. എന്തെങ്കിലും ഒരു കാര്യം പെർഫെക്ഷനോട് വരുന്നെങ്കിൽ അത് 7ലാണ് വരുന്നത്. 7 ശബോത്താണ്, ദൈവമായിട്ടുള്ള വാസമാണ്. ചുമ്മാതാണോ? ചുറ്റും വിധ്വംസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ രാജ്യമുണ്ടായിട്ടും ഇസ്രായേൽ ജയിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചുറ്റും നോക്കുക, ഒരു രാജ്യം ഇസ്രായേലിന് അനുകൂലമില്ല. ഈ 5785 ദൈവം വരെ കടത്തുകയാണ്. വാട്ട് ദ ലെറ്റർ 8 മീൻസ്? 8ാമത്തെ അക്ഷരത്തിൻ്റെ അർത്ഥം എന്താണ്? സിമ്പിൾ. 7 കഴിഞ്ഞുള്ള അക്ഷരമാണ്. 1, 8 ഒരുപോലെയാണ്. 2ഉം പുതിയ ബിഗിനിങ്സ് ആണ്. ഇതാ പുതിയ ആകാശം, ഇതാ പുതിയ ഭൂമി. കർത്താവ് പുതിയത് നൽകുന്ന വർഷമാണ് 8ാമത്തെ വർഷം. അങ്ങനെയാണെങ്കിൽ 5, 7, 8, 5 55 ഒരു 7 ഒരു 8 ഇതുപോലെ നിറവുള്ള കവിഞ്ഞൊഴുക്കുള്ള ഫ്രഷ്നെസ് ഉള്ള ഒരു വർഷമുണ്ടാകാൻ പോകുന്നില്ല. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ.
അതുകൊണ്ട് കർത്താവ് നമ്മളെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കും. എന്നാൽ ആ വർഷത്തിലേക്ക് കടക്കും മുമ്പ്, കടന്ന ശേഷവും ആദ്യത്തെ 15 ദിവസം അവർ ടെഷുവയിലേക്ക് പോകാറുണ്ട്. എന്താണ് ടെഷുവ? മടങ്ങി വരവ്, മനസാന്തരം, മനസ്താപം. എന്തിനാണ്? ഒരു പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ. നമ്മളും ഒരു ടെഷുവയിലേക്ക് കടന്ന് നമ്മളിലുള്ള കുറവുകൾ മനസ്സിലാക്കി തന്നെത്താൻ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നമ്മളിൽ വരേണ്ട കാര്യങ്ങളെ അത് ഏറ്റുപറഞ്ഞ് തന്നെത്താൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ഒരു പുതിയ ആരംഭത്തിലേക്ക് കടക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. പരാജയങ്ങളുടെ പിൽക്കാലങ്ങൾ, പഴയകാലങ്ങൾ മറന്നുപോകുമാറ് വിജയങ്ങളുടെയും നന്മകളുടെയും പുതിയ കാലം കർത്താവ് നമുക്ക് നൽകുവാൻ പോകുന്നു. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കർത്താവ് നൽകുവാൻ പോകുന്നു. ഒരു പുതിയ ആത്മാവ്, ഒരു പുതിയ മനസ്സ്, ഒരു പുതിയ ശരീരം കർത്താവ് നൽകുവാൻ പോകുന്നു. പണ്ടേ ഉള്ളത് ഓർക്കേണ്ട, പണ്ടേ ഉള്ളതിനെ പറ്റി വിചാരപ്പെടേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് നൽകുന്നു, ചെയ്യുന്നു. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മരുഭൂമിയിലായിരുന്നു. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെയും 5000 പുരുഷന്മാരും മറ്റും പോഷിപ്പിച്ചതിൻ്റെ ആ ലൈനിൽ നിൽക്കുന്നതേ ഉള്ളൂ. മത്തിയിലും മാർക്കിലും, മത്തായി സുവിശേഷം, മാർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, ഈ 5 സുവിശേഷങ്ങളിലും ഈ ഇൻസിഡൻ്റ് ഉണ്ട്. അതുതന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നു. യോഹന്നാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശിഷ്യൻ വളരെ കുറച്ച്, എനിക്കൊന്ന് 8 മറ്റോ ഇൻസിഡൻ്റ് ആകെ അത്ഭുതങ്ങളുടെ വിശദം എഴുതിയിട്ടുള്ളൂ. അതിൽ ഓരോ പ്രാവശ്യം താൻ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ അവിടെ കർത്താവ് അർത്ഥമാക്കിയതും കൂടെ എഴുതിയിരുന്നു. ഈ ഇൻസിഡൻറ്റ് കൃപയാൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അത് എല്ലാ ഭാഗത്തുനിന്ന് പഠിക്കുമ്പോൾ റെഫറൻസ് വേണമെന്ന് എഴുതിക്കൂ. മാത്യുവിൽ അത് മാത്യു 14-ലാണ്, മത്തായി 14-ലാണ്, അതിൻ്റെ 13-ാം വാക്യം മുതലാണ് മാത്യുവിൽ നമ്മളത് കാണും. അപ്പോൾ ഒന്ന് വായിച്ചിട്ട് ഒരു 1-2 വാക്യങ്ങൾ വായിച്ചാൽ മതി. യേശു അത് കേട്ടിട്ട് പടകിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് മാറിപ്പോയി. ഈ ഇങ്ങനെയുള്ള കൺഫ്യൂഷനുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത്, നമുക്കൊരു സിസ്റ്റമുണ്ട്. നിങ്ങൾ മുന്നിൽ ഫ്രണ്ട് റോസിൽ വന്നിരിക്കും, നിങ്ങൾക്ക് മൈക്ക് തരാം. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഓൺലൈൻ വായിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. വായിച്ചതിന് ശേഷം മൈക്ക് കൊണ്ട് ഒരാൾ ഓടുന്നു, അവിടെ ഇവിടെയും വായിക്കും. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ സിമ്പിളാണ്. ചെറിയൊരു അനുസരണം. വായിക്കാൻ താല്പര്യമുള്ള ആൾ, അല്ല 1, 2, 3 പേരായിക്കോട്ടെ, ഫ്രണ്ട് സീറ്റിൽ ഇന്നടുക്കത്തെ ചെയറിലോ അല്ലെങ്കിൽ 2ാമത്തെ സീറ്റിലോ വന്നിരുന്നാൽ നിങ്ങൾക്ക് മൈക്ക് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. സിമ്പിളാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഗാർഡൻ്റെ ലക്ഷണമാണ്. ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ലക്ഷണമാണ്? കാടിൻ്റെ ലക്ഷണമാണ്. രണ്ടും ഒരുപോലെ ഇരിക്കും. രണ്ടിടത്തും മരങ്ങൾ ഒരുപോലെ ആയിരിക്കും. പക്ഷെ കാട് പ്ലാന്റ് ചെയ്തായിരിക്കത്തില്ല. കാട്ടിലൊരു ഹസ്ബൻഡറി നടക്കത്തില്ല, ഒരു തോട്ടക്കാരൻ കാണത്തില്ല. കാട്ടിൽ അത് ഇഷ്ടംപോലെ വളരുക. അതാണ് കാട്. അതാണ് വ്യത്യാസം. സഭ കാടല്ല, തോട്ടമാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് ചെയ്യുക. ഓക്കെ, ഞാൻ വായിച്ചവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താണ് വായിച്ചത്? ഒന്നുകൂടി വായിച്ചേ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ടു, പടകിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് മാറിപ്പോയി. ജനക്കൂട്ടം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. ഇതിൽ കുറേ ഭാഗം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. അതിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നെഗറ്റീവ് സൈഡിനെ പറ്റി ചിന്തിച്ചു. അത് നമ്മളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അത് ചിന്തിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ പിന്നെയും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പഠിച്ചിട്ട് കർത്താവ് എവിടെയാണ് അത്ഭുതം ചെയ്തത്, എപ്പോഴാണ് അത്ഭുതം ചെയ്തത്, ഒരു അത്ഭുതം സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ ഭൗതികമായ മാനസികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ആ അത്ഭുതം നമ്മൾ നടക്കുന്നില്ല. അതിനുവേണ്ടി എന്തും കൂടെ ചെയ്യണമെന്നാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം, പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒന്നാമത് കാണുന്നത്, ഇവിടെ കാണുന്നത് ആ സ്ഥലം എന്തായിരുന്നു? ഒരു വിജന സ്ഥലമായിരുന്നു, അല്ലേ? അങ്ങനെ വായിച്ചില്ലേ? അതെ, ഒരു വിജന സ്ഥലമായിരുന്നു. വിജനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വി ജനം, ജനമില്ലാത്തത്. ജനമുണ്ടായിരുന്ന എന്ത് ചെയ്യുമായിരുന്നു? ആരെങ്കിലുമൊക്കെ അപ്പം കൊണ്ടുവന്നേനെ, മാവ് കൊണ്ടുവന്നേനെ, മീൻ പിടിക്കാൻ പോയേനെ, കുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നേനെ, അല്ലേ? ആളില്ലാത്തതുകൊണ്ട് ഇതിനൊന്നും ഒരു സാധ്യത ഇവർ ചെല്ലും മുമ്പ് അവിടെ ഇല്ല. ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യത വിജനം. ഓക്കെ, വായിച്ചോ.
അത് കേട്ട് പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ ജനക്കൂട്ടത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവിടെ നിൽക്കട്ടെ. ഒന്ന്, വിജനം, ഒരു സാധ്യതയില്ല, റിസോഴ്സസ് ഇല്ല. രണ്ട്, വളരെയധികം ജനം. അത് പോസിറ്റീവ് ആകേണ്ടതാ, പക്ഷെ ഇവിടെ വിശപ്പ് കൂടുമ്പോൾ അത് നെഗറ്റീവ് ആകും. അല്പസ്വല്പം ജനം, യേശുവും 12 ശിഷ്യന്മാരും ആയിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ല പേരക്കായോ അത്തിക്കായോ പറിച്ച് തിന്ന് വിശപ്പടക്കാമായിരുന്നു. ഇതങ്ങനെ ഒക്കത്തില്ല. ഇത് 5000 പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവർ വിളിച്ചുകൊണ്ട് വന്നവർ, എല്ലാം കൂടി ഒരു 10-25,000 ജനമുണ്ട്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കുഞ്ഞുകളി കൊണ്ട്, സ്നാക്കിംഗ് കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ വിജനം എന്നതൊരു നെഗറ്റീവാണ്. വളരെയധികം ജനം പിന്നീട് കൂടി എന്നത് നെഗറ്റീവാണ്. ആമേൻ. ഇനി അതിൻ്റെ മർക്കോസിലേക്കൊന്ന് വന്നേ. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം 30-ാം വാക്യം മുതലാണ്. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് 8-ന്റെ ആണോ അതോ 6-ന്റെ ആണോ? 6-ന്റെ നോക്കിയേ. അപ്പോസ്തലന്മാർ മടങ്ങി വന്നു. 6:30 പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. 6:30 അതെ, ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. 6:30. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കാൻ പോലും സമയമില്ലായക കൊണ്ട് യേശുവിനും അപ്പോസ്തലന്മാർക്കും ശുശ്രൂഷിപ്പാനുള്ള ജനം, ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തത്, വളരെ ആയതിനാൽ ഇവർക്ക് ഭക്ഷിപ്പാൻ നമുക്ക് സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനതാ പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കണം. ദൈവഭൃത്യന്മാർ ഗസ്റ്റ് വരുമ്പോൾ, വലിയൊരു മീറ്റിംഗ് നടക്കുമ്പോൾ, നമ്മുടെ നോർമൽ മീറ്റിങ്ങിൽ അത്യാവശ്യക്കാരെ കാറ്റഗറൈസ് ചെയ്ത് മുന്നിൽ കയറ്റി വിടണം. ആമേൻ, പ്രൈസ് ഗോഡ്. കഥ പറയാൻ വേണ്ടി വരരുത്. പ്രാർത്ഥന വിഷയം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വരണം. കഥ പറയാൻ വേറെ സമയമുണ്ട്. ആമേൻ. സംശയം ചോദിക്കാൻ വേറെ സമയമുണ്ട്. ആരും ഇല്ലെങ്കിൽ വരണം. നമ്മളങ്ങനെ നമ്മളൊന്ന് ക്രമീകരിച്ചാൽ ശുശ്രൂഷയ്ക്ക് നമ്മുടെ പങ്കാളിത്തം വഹിക്കുകയാണ്. അത് നമുക്ക് അനുഗ്രഹമാവും. ഇവിടെ വളരെ ആളുകളായതിനുള്ള ഒന്നാമത് വിയറിയായിട്ടിരിക്കുകയാണ്. ഇവർ വിശന്നിരിക്കുകയാണ്, ഇവർ ദാഹിച്ചിരിക്കുകയാണ്. പിന്നെ യേശുവിൻ്റെ കൂടെ ആയതുകൊണ്ട് വിശപ്പ് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചില ഉപവാസ പ്രാർത്ഥനയിലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപവസിച്ചിരിക്കുമ്പോൾ ഒരു ഡയബറ്റിക്കും ഇല്ല, ഒരു പ്രോബ്ലം. ഹലോ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷീണം. ആമേൻ. ഞാൻ സാധാരണ ഇപ്പോൾ ഒരു 12 മണിക്കൂർ കൂടുതൽ ഉപവസിക്കാറില്ല. ഈ 12 കഴിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ആഹാരം കഴിക്കണമെന്നില്ലെങ്കിലും എന്നാൽ കഴിച്ച കാലിലെന്ന് വെച്ച് കഴിച്ച് കഴിഞ്ഞ് കിടന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാൻ തോന്നത്തില്ല, ഭയങ്കര ക്ഷീണമാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ദിവസം കഴിക്കാതിരിക്കുകയാണെങ്കിൽ രാവിലെ ഈസിയായിട്ട് എഴുന്നേക്കാൻ കഴിയും. വാസ്തവത്തിൽ ആഹാരമാണ് ക്ഷീണം തരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആഹാരത്തെക്കാൾ എനർജി തരുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരു ഹല്ലേലൂയ പറയാമോ? അടുത്തത് വായിച്ചോളൂ. നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം വിശ്രമിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അപ്പന്മാരും ശ്രദ്ധിക്കുക, എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. രാവിലെ വൈകുന്നേരം വരെ ജോലിയോട് ജോലി, അല്ലെ ഒരു സൈക്കിൾ തന്നെ. ജോലി എന്താ പറഞ്ഞ ഭവനം, ജോലി ഭവനം, ജോലി ഭവനം. അല്ലെ ഒരു ആഹാരം തന്നെ, റൊട്ടി ദാല്, റൊട്ടി ദാല്, റൊട്ടി ദാല്. ഒന്ന് മാറ്റി പിടിക്കുന്നേ. ഒരു ദിവസം പൂരി ഉണ്ടാക്കുന്നേ, ഒരു ദിവസം ദാല് മാറ്റി, അല്ലെങ്കിൽ ദാലിനൊരു തടുക്ക ഇടുന്നേ, എന്തൊരു വ്യത്യാസം വരുത്തുന്നേ. ഇടയ്ക്കൊരു ബ്രേക്ക് ആവശ്യമാണ്, ഇടയ്ക്കൊരു സോളിറ്റ്യൂഡ് ആവശ്യമാണ്. നിങ്ങൾക്ക് ബിയറബിൾ ആണെങ്കിൽ, അഫോർഡബിൾ ആണെങ്കിൽ ഇടയ്ക്കൊരു ഹോട്ടൽ ആവശ്യമാണ്. പക്ഷെ അത് ലീഡ് ചെയ്യുന്ന ആളാണ് ചെയ്യേണ്ടത്. അതിൻ്റെ റിലാക്സേഷൻ, അതിൻ്റെ ഫ്രീഡം വേറെയാണ്. കർത്താവ് പോലും ശിഷ്യന്മാരോട് പറയുക, സമയം ഒട്ടുമില്ല, കൊയ്ത്തിന് വളഞ്ഞു കിടക്കുന്നു പറഞ്ഞ കർത്താവ് പറയുക, വേറിട്ടൊന്ന്. അപ്പോൾ ഇതാവശ്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ആവശ്യമാണ്. നമ്മൾ ചിലർ NHS നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന കണ്ടാൽ അത് മുഴുവൻ നമ്മുടെ എന്നുള്ള ചിന്ത. നോ 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 നോ, നിന്നെ കൊണ്ട് എന്ന് വരെ അവർക്ക് ഉപയോഗമുണ്ടോ അന്ന് വരെ ഉള്ളൂ നീ.
എന്നവരുടെ ഉപയോഗം തീരുമ്പോൾ അന്ന് കറിവേപ്പിലയും ചിലരെടുത്ത് കഴിക്കാറുണ്ട്, എടുത്ത് കൂട്ടിക്കളയും. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനെയും അമിതമായി സ്നേഹിക്കരുത്. ഒരേസേ കേട്ടുള്ളൂ. വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ ജോലിക്ക്? ഇല്ലല്ലേ? പിടിയോ? ഇവർക്കാർക്കും നമ്മളുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ 50 പൗണ്ടിൻ്റെ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അവർ 5 പൗണ്ട് നമുക്ക് തരും. ഇതാണ് ഫാക്റ്റ്. ഇത് മനസ്സിലാക്കൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല. അവൻ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം 1000 മടങ്ങായിട്ട് അവൻ തരും. അടുത്തത് വായിച്ചോളൂ. അങ്ങനെ അവർ പടകിൽ കയറി ഒരു വിജന സ്ഥലത്ത് വേറിട്ട് പോയി. അപ്പൊ വിജനം നമ്മൾ നേരത്തെ കണ്ടത്. അടുത്തത്, അവർ പോകുന്നത് അനേകർ കണ്ട് അറിഞ്ഞു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി ജനം അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. അവൻ പടകിൽ നിന്നും കരക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നതിനാൽ അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം വളരെ വൈകിട്ട് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഇത് വിജനപ്രദേശമാണല്ലോ, നേരവും വളരെ വൈകി. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ പുട്ട് ഫോർത്ത് ചെയ്യുകയാണ്. ഒന്ന്, വിജനമാണ്. ഒന്ന്, വലിയ ജനം ആവശ്യഭാരത്തോടെ നിൽക്കുന്നു. 3, നേരം വൈകിയിരിക്കുന്നു. ഭക്ഷിക്കാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ചെന്ന് ഭക്ഷിക്കാൻ വല്ലതും വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ കേരളം പോലെ ഒരു സ്ഥലമല്ല ഇസ്രയേൽ. ഇസ്രയേൽ കിബൂട്ട്സിൻ്റെ ദേശമാണ്. നിങ്ങളിപ്പോൾ ഹമാസിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഫൈറ്റിങ്ങിൽ കിബൂത്ത് എന്നധികം കേട്ടുകയാണ്. കിബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 100 വരെയുള്ള വീടുകളടങ്ങിയ ഒരു ശൃംഖല. അതൊരു ഗ്രാമമാണ്. അതിനകത്ത് ചെറിയ ചെറിയ മാർക്കറ്റ് ഷോപ്സൊക്കെ ഉണ്ട്. അവരുടെ ചുറ്റും അവരുടെ വയലുകൾ കിടക്കുകയാണ്. അവരെ കയറണമെങ്കിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് അവരുടെ ഒരു ലോക്കൽ പോലീസിങ്ങും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കിബൂത്ത്സ് എന്ന് പറയും. അങ്ങനത്തെ കിബൂത്ത്സിൽ കയറിയാണ് ഹമാസ് ഭീകരർ കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലിലെ 1300ഓളം ആളുകളെ കൊന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ വിജന പ്രദേശം, നിർജ്ജന പ്രദേശം. വേറൊരു ഭാഗത്ത് മരുഭൂമി എന്നുണ്ട്. മരുഭൂമി. ഇപ്പോൾ നേരം ഇരുട്ടി ഇവരെ കിബൂത്ത്സിലേക്ക് വിടുക. അവരവിടെ ചെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി കഴിച്ചോട്ടെ എന്നാണ് ഈ പറയുന്നത്. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയിട്ട് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഇതിന് മറുപടി പറയുകയാണ്, ഞങ്ങളുടെ കാശുണ്ട്, പക്ഷെ 200 വെള്ളിക്കാശേ ഉള്ളൂ. ഈ 200 വെള്ളിക്കാശ് കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന കിബൂത്തിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ പറയത്തില്ല, ഇവരുടെ നാവെ തൊടിയിക്കാനില്ല, അത്രയ്ക്ക് ഭയങ്കര ആളാണ്. അപ്പോൾ എന്തു ചെയ്യും? ഇതെല്ലാം യേശുവിന് അറിയത്തില്ലേ? യേശു എന്തിനാ പിന്നെ ഈ സിറ്റുവേഷൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം കൂടി വായിച്ചാൽ, ഇപ്പോൾ മർക്കോസ് വരെ ആയുള്ളൂ. ഇവിടെ 200 ദിനാരീസ്, എ ദിനാരി വാസ് ഈക്വലൻ ടു എ ലേബേഴ്സ് ഫുൾ ഡേയ്സ് വേജ്. ഒരു ദിനാരി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ലൂക്കോസ് 9:10 മുതൽ, അല്ല ഒരു 1-2 വാക്യം വിട്ടു, 13 മുതൽ വായിച്ചു. സോറി, 12 മുതൽ വായിച്ചാട്ടെ. 12 മുതൽ. പകൽ കഴിയാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്ന്, വൈകാറായപ്പോൾ ശിഷ്യന്മാർ പന്തിരുവർ അടുത്തു വന്ന് യേശുവിന്റെ അടുക്കൽ അവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്ക കൊണ്ട് ജനങ്ങൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി രാത്രി പാർക്കാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, യേശു കർത്താവ് വാസ്തവത്തിൽ സ്വർഗീയ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെക്കാൻ വന്നയാളാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ദൗത്യം. അത് ഓൾറെഡി ഇദ്ദേഹം പങ്കുവെച്ച് കഴിഞ്ഞു. ഇടയനില്ലാത്ത ആടുകളെ പോലെ പരീശന്മാരും സദൂക്യരും ന്യായശാസ്ത്രിമാരും എരിവുകാരും മഹാപുരോഹിതന്മാരും ലേവ്യരും ഒക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ദൈവത്തിൻ്റെ വചനം വേണ്ട പോലെ കിട്ടുന്നില്ല. ഇടയനില്ല ഈ ആടുകൾക്ക് എന്ന് മനസ്സിലാക്കി കർത്താവരെ ആത്മീയമായി ഫീഡ് ചെയ്തു. അപ്പം ശിഷ്യന്മാർ പറയുക, ഫീഡിങ് കഴിഞ്ഞല്ലോ,
ഇപ്പോൾ ഒരു നല്ല ബലത്തോടെ ഇരിക്കുന്നു, അവർ പൊക്കോട്ടെ. അവരിപ്പോൾ ഒഴിവാക്കാമെങ്കിൽ നമുക്ക് കുറേ നഷ്ടം ഒഴിവാക്കാം, കുറേ ഭാരം ഒഴിവാക്കാം. ആമേൻ. രോഗശാന്തി ശുശ്രൂഷിക്കുന്ന ചിലരുടെയെങ്കിലും ശുശ്രൂഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പനി, തലവേദന, മുട്ടുവേദന, കൈകാൽ കഴപ്പ്, ഇതിനെല്ലാം പ്രാർത്ഥിച്ചോളെ. പക്ഷേ ക്യാൻസർ ഒരു ഫോർത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെ ഒരു സൈഡിൽ നിന്ന് പോകും. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സൈഡ് വലിയ ഉണ്ടാവും. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ മരിച്ചെന്ന് കേട്ടാൽ പിന്നെ വഴിക്ക് തിരിയത്തില്ല. മരിക്കാൻ കിടക്കുവാണെന്ന് ആദ്യം ഒന്ന് നോക്കും, എന്നിട്ട് എന്തോ പ്രാർത്ഥിക്കും? ഡിപ്ലോമാറ്റിക് വേയിൽ കർത്താവേ നിന്റെ ഹിതം നടക്കണമേ. ഈ ഡിപ്ലോമസി എന്ന് പറയുന്നതന്നെ കള്ളത്തരമാണ്. ആമേൻ. പറയേണ്ട കാര്യം പറയാതെ പറയുന്നതിനാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലൈ. ദൈവരാജ്യത്തിൽ ഒരു ഡിപ്ലോമസിയും ഇല്ല. ദൈവത്തിൻ്റെ ഹിതം നീ സൗഖ്യമാകുക എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല സൗഖ്യമാകാൻ? രാമനൊക്കെ ഒന്ന് പറഞ്ഞേ. നിങ്ങളും പലരും അങ്ങനെ സൈഡ് വലിച്ച് പ്രാർത്ഥിക്കുന്നവർ. അതാ ഈ ആമീൻ പറയാൻ വരാത്തെ. ആമേൻ. ഏത് പ്രതികൂല അവസ്ഥയാണല്ലോ, നേരം വൈകി, ഓക്കെ, വലിയ ക്രൗഡുണ്ട്, ഓക്കെ, വിജനമായ സ്ഥലമാണ്, ഓക്കെ, മരുഭൂമിയാണ്, ഓക്കെ, കയ്യിൽ കാശില്ല, ഇതിൻ്റെ അടുത്തൊരു പ്രതികൂലം, ഓക്കെ, പക്ഷെ യേശു ഉണ്ടല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഒരു അസാധ്യതകളെ കാണുന്ന കണ്ണുകൾ ചുഴന്നെടുത്ത് കളഞ്ഞേച്ച് അസാധ്യതകളുടെ മധ്യേ സാധ്യതകളെ കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാകണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ പ്രശ്നം, നമ്മൾ അസാധ്യതകളെയാണ് കാണുന്നത്. റിമോട്ട് പ്ലേസാണ്, വിജനമായ സ്ഥലമാണ്, മരുഭൂമിയാണ്, വലിയ ആൾക്കൂട്ടമാണ്, നമ്മളെ കൊണ്ട് ഫീഡ് ചെയ്യാൻ ഒക്കത്തില്ല, നേരം നന്നാ വൈകി, ഗ്രാമത്തിൽ പോയാലും ശരിയാകത്തില്ല, ആരും കൈ കാശില്ല. പക്ഷെ യേശു അവിടെ നമ്മളെ പരീക്ഷിപ്പാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നമ്മളെ നിർത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണോ? ജോലിയിലോ, വ്യാപാരത്തിലോ, എഡ്യൂക്കേഷനിലോ, ശുശ്രൂഷയിലോ, ജീവിതത്തിലോ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ തീരുമാനം എന്ത്? നിന്റെ സ്തുതി എങ്ങനെ പോകുന്നു? നിന്റെ ആരാധന എങ്ങനെ പോകുന്നു? നിന്റെ പ്രതികരണം എങ്ങനെ പോകുന്നു എന്ന് നിന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേട്ടതിന് ശേഷം മരുഭൂമിയാണെന്ന് പറയാൻ വരട്ടെ, വിജനമാണെന്ന് പറയാൻ വരട്ടെ, നേരവും നന്നായി ഇരുട്ടിയെന്ന് പറയാൻ വരട്ടെ, കയ്യിൽ കാശില്ല എന്ന് പറയാൻ വരട്ടെ, യേശു എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാട്ടെ, യേശുവിനാലെല്ലാം സാധ്യം. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെല്ലാം
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ. എ ഹ്യൂജ് ക്രൗഡ് അല്ലേ? ആ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. ഇത് അവനെ, നിന്നെ, എന്നെ പരീക്ഷിപ്പാനാണ് ചോദിച്ചത്. അടുത്ത വാക്യം. താൻ ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. താൻ ചെയ്യുവാൻ പോകുന്ന എന്ത് ചെയ്യുവാൻ പോകുന്നത് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പരിശോധനകൾ യേശു കർത്താവിൻ്റെ ഒരു സെറ്റപ്സ് ആണ്. യേശു കർത്താവ് ഡയറക്റ്റ് ചെയ്ത ഒരു ഫിലിമിൽ നമ്മൾ ഒരു റോൾ പ്ലേ ചെയ്യുകയാണ്. നമ്മൾ അതിനകത്ത് വില്ലനല്ല, നമ്മൾ സൈഡ് റോൾ അല്ല പ്ലേ ചെയ്യുന്നത്, നമ്മളാണ് നായകൻ. ആമേൻ. എന്നാൽ നാം അറിയാതെ പലപ്പോഴും സിറ്റുവേഷനിലി പിശാചിന് മഹത്വം കൊടുക്കാറുണ്ട്. ഓ, ഈ പന്ന പിശാച് എന്നെ വിടുന്നില്ല, ആ ബന്ധനം എന്നെ വിടുന്നില്ല, എൻ്റെ ഇടതുവശത്ത് താമസിക്കുന്നവർ ചെയ്ത ഇടത്തോടുള്ള പണിയാ ഇതെല്ലാം. നോ, കർത്താവ് ഒരുക്കുന്ന ഒരു പരീക്ഷയും പരിശോധനയുമാണ്. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതാണ് എൻ്റെ ശരി. കർത്താവ് അറിയാതെ ഒരു കാര്യവും സംഭവിക്കത്തില്ല. പകൽ പറക്കുന്ന അസ്ത്രം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ, ഇരുട്ടിലെ ഭയം, രാത്രിയിലെ പ്രശ്നം എല്ലാം നിനക്ക് ദോഷം ചെയ്യത്തില്ല. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കത്തില്ല. ഇടതുവശത്ത് 10,000 വലതുവശത്ത് 1000 വീട് നിന്നോട് അടുത്തു വരികയില്ല. അങ്ങനെയല്ലേ നീ വായിക്കുന്നത്? പ്രൈസ് ഗോഡ്. അപ്പോൾ നീ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു നിന്നെ നിയോഗിച്ചയച്ചതാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് അവനെ നിർബന്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന പെർസ്പെക്റ്റീവ് മാറട്ടെ, പ്രാർത്ഥന വാചകം മാറട്ടെ. നിന്റെ കഷ്ടതകളിലും മരുഭൂമിയിലും നിനക്ക് യേശുവിനെ പോലെ ദൈവപുത്രനായി നിൽപ്പാൻ ഇടവരുന്നത് വെളിപ്പാടുകളാണ്. ഇത് കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല, ഇത് ദൈവം അറിയാതെ സംഭവിച്ചതല്ല. അപ്പം എങ്ങനെ ഇരട്ടിപ്പിക്കുമെന്ന് അവനറിയാം. 12 കൊട്ട നിറച്ചെടുക്കുമെന്ന് അവനറിയാം. ബാലകന് അപ്പം കൊടുത്താൽ നഷ്ടമല്ലെന്ന് അവനറിയാം. ഇത്രയും അറിഞ്ഞ നീ എന്ത് ചെയ്യണം? നീ അത്ഭുതത്തിന് വേണ്ടി നിൽക്കുന്നവനാകണം. റൈറ്റ് ഓർ നോട്ട്? നിന്റെയിലാണ് അപ്പവും മീനുമെങ്കിൽ നീ എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ കൈ കൊടുക്കണം. നിന്റെയിൽ അപ്പവും മീനും ഇല്ല, എന്ത് ചെയ്യണം? അത് അന്വേഷിക്കാൻ പോകുന്നൊരു ആൻഡ്രൂ ആകണം. ഗ്ലോറി, സ്വതന്ത്രം. അവിടെ നീ അന്വേഷിക്കാനും പോയില്ല, അപ്പവും ഇല്ല, എന്ത് ചെയ്യണം? കർത്താവ് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് വിളമ്പുകിടെങ്കിലും ഒരു കൊട്ടയെടുത്ത് വിളമ്പാൻ തയ്യാറാകണം. സ്തോത്രം. ആമേൻ. നിനക്കൊരു പാർട്ട് അതിലുണ്ടാകണം. യു ഷുഡ് ഹാവ് എ റോൾ ടു പ്ലേ ബിക്കോസ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. നീ കർത്താവിൻ്റെ മകനാണ്, നീ കർത്താവിൻ്റെ സന്തതിയാണ്, നീ സ്വർഗത്തിൻ്റെ അവകാശിയാകിയാൽ നിനക്കതിലൊരു റോൾ പ്ലേ ഉണ്ടാകണം. ചെയ്യുന്നത് കർത്താവാണ്, പക്ഷെ നിനക്കൊരു റോളുണ്ട്. ആമേൻ. നീ സീനിലെ വില്ലനല്ല, നീ സീനിലെ സൈഡ് റോളല്ല. നിന്റെ പേര് വലുതാകേണ്ടതിന്, നിനക്ക് പ്രശംസ കിട്ടേണ്ടതിന് കർത്താവ് നിന്നെ പരിശോധിക്കുകയാണ്, കർത്താവ് നിന്നെ പരീക്ഷിക്കുകയാണ്. നീ ഒന്ന് സസൂക്ഷ്മ ബുദ്ധിയോട് നോക്കിക്കേ. അല്ലെ, എന്തിനാ ഈ വിയർത്തു നിൽക്കുന്ന ഈ വോണോട്ടായി സമയത്ത്, ഈ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇക്കരെ ജനമില്ലാത്തടത്ത് കർത്താവ് വന്നത്? ഒരത്ഭുതത്തിൻ്റെ കാര്യമാണ് കാണേണ്ടത്, ഒരത്ഭുതത്തിൻ്റെ മണമാടിക്കേണ്ടത്, ഒരത്ഭുതം പ്രസവിക്കുന്ന ഒരു കാര്യമാണ് നീ ഗ്രഹിക്കേണ്ടത്. ഇത് അത്ഭുതത്തിലേക്ക് നയിക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ഒരാൾ കൈ കൊടുത്ത് തിരിച്ചോണ്ട് പറ, ഈ വിഷയം അത്ഭുതത്തിലേക്ക് പോകാൻ പോവുകയാണ്, ഈ വിഷയം അത്ഭുതത്തിലേക്ക് പോകാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. ഈ വിഷയം അത്ഭുതത്തിലേക്ക് പോകാൻ പോവുകയാണ്.
ഈ ആഴ്ചയിൽ കഴിഞ്ഞ സാറ്റർഡേ ഇന്നലെ, ഈ ആഴ്ച ഇന്ന് തുടങ്ങിയാണല്ലോ, നമ്മുടെ സോണി വിന്നി കുടുംബം ടെസ്റ്റിമണി പറഞ്ഞു, റമിത്ത് ഫേബ കുടുംബം ടെസ്റ്റിമണി പറഞ്ഞു. രണ്ടുപേരും ഒരേ ടെസ്റ്റിമണി പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയായിരുന്നു, അവർക്കിപ്പം വീടിൻ്റെ അടുത്ത സ്കൂളിൽ കിട്ടി. പക്ഷെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഈ കഴിഞ്ഞ കിട്ടത്തില്ല എന്ന് തോന്നിയ നിമിഷം മുതൽ കിട്ടിയ സമയം വരെ നിങ്ങളുടെ അധരം എന്താണ് സംസാരിച്ചത്. അവിശ്വാസമാണ് സംസാരിച്ചെങ്കിൽ നാണം കേടാവും ദൈവത്തിന് മുമ്പാകെ. വിശ്വാസമാണെങ്കിലോ നിങ്ങൾക്ക് ധൈര്യപ്പെടാൻ 100 വകയുണ്ട്. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. ചെങ്കടലിന് മുന്നേ വന്ന് ഭയങ്കര ബഹളം. ചെങ്കടൽ പിളർന്നു. അവർ അക്കരെ കടന്നു. ശത്രുവോട് കൊല്ലപ്പെട്ടു. പക്ഷേ കുറച്ച് പേര് പിറുപിറുത്ത് തന്നെയാണ് കടന്നത്. കുറച്ച് പേര് നാണംകേടിൻ്റെ വാക്കുകൾ പറഞ്ഞാണ് കടന്നത്. ശവക്കുഴിയില്ലാണ്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, ഞങ്ങൾ അവിടെയും അടിമയായിരുന്നു, ഇപ്പോഴും അടിമയാണ് എന്നൊക്കെ കാര്യം പറഞ്ഞു. മോശയെ കൊല്ലാൻ വരെ തുടങ്ങി. വല്ല കാര്യമുള്ള കാര്യമാണോ? ഇത് രസകരമായ ഒരു കാര്യം പറയാം. നന്മ സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും തിന്മ വേഗം സ്പ്രെഡാവും. സ്തോത്രം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 വർഷം കൊണ്ട് എത്ര പേര് ചിരിച്ചിട്ടുണ്ട്? എല്ലാവരുടെ മുഖം ഓർമ്മയുണ്ടോ? എന്നാൽ ഒരുത്തൻ കൊഞ്ഞനം കാണിച്ചു, കളിയാക്കി, അവൻ്റെ മുഖം ഓർമ്മയുണ്ട് അല്ലേ? ഒരുത്തൻ നിങ്ങളെ താഴ്ത്തി കെട്ടി, ഒരുത്തൻ നിങ്ങളെ തല്ലി, ഒരുത്തൻ നിങ്ങളെ കുതികാലിട്ടു, അവൻ്റെ മുഖം ചത്താലും മറക്കത്തില്ല. ഇതാണ് എൻ്റെ രീതി. തിന്മയെ കയറി പിടിക്കുന്ന ഒരു റൂട്ട് നമ്മുടെ അകത്തുണ്ട്. എത്രയോ പേര് നന്മ ചെയ്തു, എത്രയോ പേര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു, എത്രയോ പേര് നമ്മളെ പാമ്പർ ചെയ്തു, എത്രയോ പേര് നല്ല വർത്തമാനം പറഞ്ഞു, എത്രയോ പേരുടെ നല്ല ഇൻഫോർമേഷൻ കൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്, എത്രയോ പേര് നമ്മളെ സഹായിച്ചു. നമ്മൾ അവരെല്ലാം മറന്നുപോയി. പിടിയോ? കാരണം നമ്മുടെ ശരീരം റീജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ശരീരം എപ്പോഴും തിന്മയോട് ചേർന്ന് നിൽപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മനസ്സും പലപ്പോഴും ശരീരത്തിൻ്റെ വിധേയത്തിൽ ആയിപ്പോകാറുണ്ട്. നന്മയെപ്പറ്റി ചിന്തിക്കൂ, നമുക്ക് ആരോഗ്യമുണ്ടാകും. തിന്മയെപ്പറ്റി ചിന്തിച്ചാലോ ക്യാൻസർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സകല ശാരീരിക അസുഖങ്ങളുടെയും പിൻപിൽ ഒരു മാനസിക പ്രോബ്ലം ഉണ്ടെന്ന ഇപ്പോൾ വൈദ്യന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ചിരിക്കുന്ന തെറാപ്പി, ഉറക്ക സംസാരിക്കുന്ന തെറാപ്പി, മ്യൂസിക് തെറാപ്പി, ഡാൻസിങ് തെറാപ്പി ഒക്കെ അവർ കൊണ്ടുവന്നതിൻ്റെ പിൻപിൽ മനുഷ്യൻ ചിരിക്കുന്നില്ല, മനുഷ്യൻ ഡാൻസ് ചെയ്യുന്നില്ല, മനുഷ്യൻ ഉറച്ച ശബ്ദത്തിൽ പാടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് തെറാപ്പിയായിട്ട് വരുന്നത്. ഇത് കർത്താവിൻ്റെ വചനം വായിക്കൂ. ഞാൻ സന്തോഷിക്കും, ഞാൻ പുതിയ പാട്ട് പാടും, ഞാൻ ആർത്ത് ചിരിക്കും, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവിന് സ്വഭാവം. പ്രൈസ് ഗോഡ്. ഞാൻ നൃത്തത്തോടെ അവന്റെ സന്നിധിയിൽ വരും, ഞാൻ പാട്ടോടെ അവന്റെ സന്നിധിയിൽ വരും. ഇത് തെറാപ്പിയാണ്. ഇത് കർത്താവ് നമുക്ക് ലൈഫ് സ്റ്റൈലായി തന്നിരിക്കുന്ന കാര്യമാണ്. അവിടെ തിന്മയിലേക്ക് പോകരുത്, തിന്മയെ നോട്ടിഫൈ ചെയ്യരുത്. അത് നമ്മൾ ക്യാൻസറുകൾ ഉളവാക്കും. നന്മയിലേക്ക് വരിക. ഓക്കെ, യേശു ഉള്ളതിനാൽ പൈസ ഇല്ല, മാർക്കറ്റില്ല, വിദൂരതയിലാണ്, വിജനഭൂമിയാണ്, മരുഭൂമിയാണ്, അധികം ആളുകളുണ്ട്, രാവേറെയുണ്ട്. ഇതൊന്നും വിഷയമല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശു ഉണ്ടെങ്കിൽ എന്തും സാധ്യം. ഇത് ഫിലിപ്പോസിനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. 8-ാം വാക്യം. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന്. മതി. ഇവിടെ ഫിലിപ്പോസിന്റെയും ആൻഡ്രൂ 2 ശിഷ്യന്മാരാണ്. പത്രോസിനൊന്നും കാണുന്നില്ല. ഫിലിപ്പോസിന്റെയും ആൻഡ്രൂവിന്റെയും പെർസ്പെക്റ്റീവ് നോക്കൂ, ചിന്താഗതി നോക്കൂ. 2 പേരും അത്ഭുതങ്ങളെ കാണേണ്ടവരാണ്, 2 പേരും അത്ഭുതങ്ങളെ അനുഭവിക്കേണ്ടവരാണ്. ഇവർ 2 പേരും വാസ്തവത്തിൽ വയറ് നിറച്ച് ഇത് കഴിച്ചതാണ്. പിന്നീട് ഇവർ 2 പേരും അത്ഭുതങ്ങൾ അധികമായതിനാൽ വേസ്റ്റ് ആകാതിരിക്കാൻ ഓരോ കഷ്ണം മീനും അപ്പവും പറക്കിയെടുത്ത് 12 വലിയ കൊട്ട നിറച്ചവരാണ്. പക്ഷെ ഒരുത്തൻ്റെ പെർസ്പെക്റ്റീവ് 200 വെള്ളിക്കാശേ ഉള്ളൂ. അതുകൊണ്ട് ഈ വലിയ ജനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? മറ്റവന്റെ പെർസ്പെക്റ്റീവ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ബാലനെ കണ്ടു, അവൻ്റെ കുഞ്ഞി പോക്കറ്റിൽ 5 കുഞ്ഞ് അപ്പവും 2 കുഞ്ഞ് മീനും കണ്ടു. ഈ തർക്കിക്കുന്ന ചില പറയാറുണ്ട്, തിമിംഗലം പോലത്തെ മീനായിരുന്നു.
ശരിയായിരിക്കും. തിമിംഗലം പോലത്തെ മീനാണെങ്കിൽ 10,000 പേർക്ക് വെട്ടി നുറുക്കും. പക്ഷേ ഈ തിമിംഗലം പോലത്തെ മീനെ പിടിച്ച് പോക്കറ്റ് കയറ്റിയവനെ വേണം സമ്മതിക്കാൻ, അല്ലേ? ഹലോ, ഗ്ലോറി. ഈ തർക്കിക്കുന്നവരുടെ ചില സ്വഭാവം കണ്ടാൽ തന്നെ നമുക്ക് മിണ്ടായിരിക്കാൻ തോന്നും. ഒരിക്കലും യഹൂദ റബി ഒരു താർക്കികനെ കണ്ടു. എപ്പിക്കോറസ് എന്ന താർക്കികന്റെ വാക്ക് ഗ്രീക്കിൽ. അല്ല വിളിച്ചു, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് കൂടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ താർക്കികനും യഹൂദ റബിയും കൂടി. അപ്പോൾ യഹൂദ റബി പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്, നമുക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? തോറയെ പറ്റിയാണോ? അവൻ പറഞ്ഞു, ഞാൻ തോറ വായിച്ചിട്ടില്ല. തൽമൂദിനെ പറ്റിയാണോ? താർക്കിയും പറഞ്ഞ തൽമൂദ് എന്താണെന്ന് എനിക്കറിയത്തില്ല. മിഡ്രാഷ്, ടാനിയ, ഠനാക്ക്, ഹദസ്, ഇങ്ങനെ ഓരോ പുസ്തകത്തിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഞാൻ വായിച്ചിട്ടേ ഇല്ല. അപ്പോൾ ചോദിച്ചു, നിനക്ക് വേദപുസ്തകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ താർക്കികനല്ല. താർക്കികൻ ഏറ്റവും കുറഞ്ഞത് എന്താണ് തർക്കിക്കുന്നത് എന്നതിൻ്റെ ഒരറിവെങ്കിലും വേണം. ഇത് നമുക്ക് തർക്കിക്കാൻ ഒരറിവും വേണ്ട. പഴയ നിയമം വായിക്കേണ്ട, പുതിയ നിയമം വായിക്കേണ്ട, തോറ വായിക്കേണ്ട, ടാനിയ വായിക്കേണ്ട, തനാക്ക് വായിക്കേണ്ട, ഒന്നും വേണ്ട. നേരെ ഒരു ഫോണും വെച്ചങ്ങ് തർക്കിക്കാനിരിക്കുകയാണ്. ഗ്ലോറി. നമ്മൾ അവനെ എല്ലാം കേൾക്കുകയും ചെയ്യും. അവൻ്റെ എല്ലാം കൗണ്ട് നമ്മൾ വ്യൂസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇവൻ ആരാണെന്നും ചിന്തിക്കണം. ഇവന് വല്ല PhD ഉണ്ടോ? ഇവന് വല്ല മാസ്റ്റർ ഡിഗ്രിയും ഉണ്ടോ? ഇവന് ഒരു ബാച്ചിലർ ഡിഗ്രി എങ്കിലും ഉണ്ടോ? ഇവന് വേദപുസ്തകത്തിൽ SSLC എങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ആമേൻ. തർക്കിക്കാനും വേണം ഒരു ക്വാളിഫിക്കേഷൻ. നീ എന്ത് തർക്കിക്കുന്നോ ആ വിഷയം അറിയാതെ, അതിൻ്റെ പോസിറ്റീവ്നെസ് അറിയാതെ, നെഗറ്റീവ്നെസ് അറിയാതെ നിനക്ക് എങ്ങനെ തർക്കിക്കാൻ കഴിയും? അങ്ങനെയുള്ളവനെ എപ്പിക്കോറസ് അല്ല വിളിക്കുന്നത്, ഇഗ്നോറാമസ് എന്ന് പറഞ്ഞാൽ മരം മണ്ടൻ എന്നാണ് വിളിക്കേണ്ടത്. അതുകൊണ്ടാണ് തർക്കിക്കരുത് എന്ന് വേദപുസ്തകം പോലും പറയുന്നത്. താർക്കികൻ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നില്ല. നമുക്ക് മടങ്ങി വരാം. നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ വിഷയങ്ങൾ അങ്ങനെയാണ്, നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾ തർക്കിക്കാൻ റെഡിയാണ്. ആരോ എവിടെയോ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ പറഞ്ഞത് കേട്ട് പിടിച്ച് നിൽക്കുക. വചനം വായിക്കുക, വചനത്തിലെല്ലാമുണ്ട്. ആമേൻ. ആൻഡ്രൂ നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം? അതാണ് പുള്ളിയുടെ ക്ലൈമാക്സ്, അതാണ്. പക്ഷെ പുള്ളി ഇത്ര സാധനം ഉണ്ടെന്ന് കണ്ടുപിടിച്ച ആളാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അസാധ്യങ്ങളുടെ മധ്യേ സാധ്യതകളെ കണ്ടുപിടിക്കുന്നവനാണ് ദൈവപുത്രൻ. സ്വതന്ത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ക്യാൻസർ ആണ്, 8th സ്റ്റേജ് ആണ്. അയ്യോ, ദൈവഹിതം നടക്കട്ടെ. നോ, നീ ഒന്ന് പ്രാർത്ഥിക്കേ. കർത്താവ് നിനക്കൊരു വചനം വെളിപ്പെടുത്തിയാലോ? സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ വലിയ പ്രശ്നമാണ്, കൊച്ചന് ഒരു ലോൺ എടുത്തു, അത് ഡബിളായി ട്രിപ്പിളായി, ഇൻട്രസ്റ്റ് ആയി, ഒരു 10-40 ലക്ഷം രൂപ കടമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ നാട്ടിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. സാധാരണ ഒരു പാസ്റ്റർ പറയുന്ന പോലെ ഞാനും പറയുന്നത്, നോ പ്രോബ്ലം, നമുക്ക് പ്രാർത്ഥിക്കാം, അവരോടൊന്ന് സംസാരിക്കാൻ വല്ലതും ഇടയാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവർ സംസാരിച്ച 30 ലക്ഷത്തിലധികമുള്ള ലോൺ 3 ലക്ഷമാക്കി കൊടുത്തു. അതൊരു അത്ഭുതമല്ലേ? നിങ്ങൾക്കൊരു ആമേനൊന്നും വരുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല എന്നുണ്ടോ? നിർജ്ജനമായതുകൊണ്ട്, വിജനമായതുകൊണ്ട്, മരുഭൂമി ആയതുകൊണ്ട്, ഇരുട്ടായതുകൊണ്ട്, ആളുകൾ കുക്ക് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട്, അധികം ആളുകൾ കഴിക്കാനുള്ളത് കൊണ്ട്, 200 വെള്ളിക്കാശ് മാത്രമുള്ളത് കൊണ്ട് നടക്കത്തില്ലെന്ന് പറയാതെ യേശു ഉള്ളതിനാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാല്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്, ബാങ്ക് മോർട്ട്ഗേജ് തരുന്നില്ല, നല്ല ജോലിയില്ല. ഇതൊന്നും നീ വീട് വാങ്ങിക്കത്തില്ല എന്നതിന്റെ കാരണമല്ല, ഇതെല്ലാം യേശു നിന്നെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കും എന്നതിന്റെ കാരണമായി കാണ്. സ്തോത്രം. അസാധ്യതകളുടെ മധ്യേ, ഇരുട്ടിന്റെ മധ്യേ, മരുഭൂമിയുടെ മധ്യേ, ജനമില്ലാത്തിടത്ത്, അതെ, ആവശ്യത്തിലധികം ജനമുള്ളിടത്ത്, സമ്പത്തില്ലാത്തിടത്ത് യേശുവിനെ നിന്റെ വിശ്വാസത്തിന്റെ ബ്രേക്ക് ഈവനായി കാണ്. ഹല്ലേലൂയ. കണ്ടാൽ സാധ്യതകളാണ്. അടുത്ത വാക്യം.
യേശു പറഞ്ഞു, ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യം കൂടെ. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഞാൻ നിർത്താം. 53 ശ്രദ്ധിക്കൂ. വിതൗട്ട് ആൻ ഓർഡർ, ഒരു ഓർഡർ ഉണ്ടാകാതെ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാതെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യത്തില്ല. അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ദൈവരങ്ങളെ കൊടുത്തപ്പോൾ, പിന്നെ നുറുക്കിയപ്പോൾ, വിളമ്പിയപ്പോൾ അപ്പം ഇരട്ടിച്ചു. പക്ഷെ അതിനു മുമ്പ് ഇവരെ പന്തിയായി ഇരുത്തുവാൻ കർത്താവ് കൽപ്പിച്ചു. മരുഭൂമിയിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സുവിശേഷത്തിൽ 50 ഇരുത്തിയെന്നാ. 50 × 50 ഡിവൈഡ് ബൈ 5000, 100 ലൈൻ ഇരുത്തി. 100 തന്നെ ഇരുത്തണമെന്ന് ആവശ്യമുണ്ടോ? പ്രൈസ് ഗോഡ്. ഓർഡർ ഉണ്ടാകാതെ ദൈവാത്ഭുതം സംഭവിക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാനതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിൽ ഡിസിപ്ലിൻ, ഓർഡർ എപ്പോഴും പ്രീഡോമിനൻ്റായി സംസാരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരു ഓർഡർ ഉണ്ടാകാതെ ദൈവാത്ഭുതം സംഭവിച്ചാൽ അത് പ്രയോജനമില്ലാതെയായി പോകും. നിന്റെ കുടുംബത്തിൽ ഒരു ഓർഡർ വരാതെ ദൈവാത്ഭുതം സംഭവിച്ചാൽ അത് പ്രയോജനമില്ലാത്തതായി തീരും. അമ്മീനാദാബിന്റെ വീട്ടിൽ 40 വർഷം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പെട്ടകം വരുന്നു, വല്ല പ്രയോജനം ഉണ്ടായോ? ഫിലിസ്തീയ ദേശത്ത് 7 മാസം ദൈവത്തിന്റെ അതേ പെട്ടകം വരുന്നു, വല്ല ഗുണവും ഉണ്ടായോ? ഇല്ല. ശിലോഹിൽ ഏലി എന്ന മഹാപുരോഹിതന്റെ ശുശ്രൂഷയിൽ പെട്ടകം എത്ര വർഷം ഇരുന്ന് കാണും? വല്ല പ്രയോജനം ഉണ്ടായോ? ഉണ്ടായില്ല. എന്നാൽ 3 മാസം ഒബേദ് ഏദോമിന്റെ വീട്ടിലിരുന്നു, കാര്യങ്ങൾക്ക് വലിയ മാറ്റം വന്നു. ആ വീട്ടിൽ ഓർഡർ ഉണ്ട്. ആ വീട്ടിൽ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അതിൻ്റെ നിലയില്ല കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. വേഗം പെട്ടകത്തിന്റെ ശുശ്രൂഷകൾ അവിടെ പെരുകുവാൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. സമയം ഒത്തിരി കടന്നു പോയല്ലോ. കർത്താവിനെ ശുശ്രൂഷിക്കാം. അത്ഭുതം വരുന്ന വഴിയിലാണ്. അത്ഭുതം വരുന്നുണ്ട്. നീ ഒന്ന് ഓർഡർ ആകുവാൻ, നീ ഇരുട്ടിനെ നോക്കാതെ, വിജനമെന്ന് നോക്കാതെ, ഒത്തിരി ആളുകൾ ആവശ്യത്തിന് ഉണ്ടെന്ന് നോക്കാതെ, പൈസ ഇല്ലെന്ന് നോക്കാതെ, കർത്താവിനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാതെ, കർത്താവിനോട് എന്തും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. കർത്താവ് ഈ ആഴ്ചയുടെ അത്ഭുതം ചെയ്യും.